വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരന്തം നടന്ന് ഒരു മാസമാവുമ്പോഴും ദുരന്തബാധിതർക്ക് താൽക്കാലിക ധനസഹായം പോലും വിതരണം ചെയ്യാതെ സർക്കാർ. വിലങ്ങാട് മഞ്ഞച്ചേളിയിലെ 14 വീടുകളാണ് വാസയോഗ്യമല്ലാത്ത വിധം പൂർണ്ണമായും നശിച്ചത്. ആദ്യഘട്ടത്തിൽ ഇവരെല്ലാവരും ക്യാമ്പിലേക്ക് മാറി. പിന്നീട് പലരും വാടക വീട് കണ്ടെത്തിയെങ്കിലും ആർക്കും ധനസഹായം കിട്ടിയില്ല. കൃഷികളടക്കം നശിച്ചതോടെ നിത്യവൃത്തിക്ക് പോലും വകയില്ലാത്ത അവസ്ഥയിലാണ് നിരവധി കുടുംബങ്ങൾ. എന്നാൽ നഷ്ടത്തിന്റെ കണക്കെടുത്തതിന് ശേഷം മാത്രമേ ധനസഹായം വിതരണം ചെയ്യാനാകൂ എന്നാണ് സർക്കാരിന്റെ നിലപാട്. നമുക്കിപ്പോൾ 5000 രൂപ സെക്യൂരിറ്റി കൊടുക്കണമെന്നാണ് അവർ പറയുന്നത്. പിന്നെ അതേപോലെ 6000 രൂപ വാടക. അപ്പം നമുക്ക് യാതൊരു രക്ഷയില്ലാത്ത സ്ഥിതിയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. പക്ഷേ നമുക്കിപ്പോൾ ഇവിടുന്ന് മാറാതെ, എനിക്ക് 2 ചെറിയ കുട്ടികളാണുള്ളത്. അപ്പോൾ അവരെയും കൊണ്ട് ഇപ്പം മാറാതെ നമുക്ക് വേറെ രക്ഷയില്ല. അപ്പോൾ ഇവിടെ ക്യാമ്പിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം എനിക്ക് 3 ചെറിയ മക്കളുണ്ട്. എൻ്റെ ചാച്ചനുണ്ട് കൂട്ടത്തിൽ. ചാച്ചന് നല്ല സുഖമില്ലാത്ത ആളാണ്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും എത്രയും പെട്ടെന്ന് പറ്റുമെങ്കിൽ നാളെ തന്നെ എന്ന് പറഞ്ഞതുപോലെ എത്രയും പെട്ടെന്ന് എനിക്ക് എന്തെങ്കിലും മറുപടി കിട്ടിയേ പറ്റും. ഞങ്ങളിങ്ങനെ വെയിലൊക്കെ ഈടൊക്കെ വെയിലായിരുന്നു. ഞങ്ങൾ പിന്നെ മഞ്ഞക്കുന്ന ക്യാമ്പിലായിരുന്നു. ഇവർ ഈ സ്കൂളിൽ വരുന്നു ഇവരൊക്കെ. അപ്പം ഞങ്ങൾ എന്നിട്ട് അവിടെ പിന്നെ സുരക്ഷിത അല്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ വെള്ളോട്ട് വിട്ടായിരുന്നു. അവിടെ ഞങ്ങൾ 11 ദിവസം ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. താമസിക്കാൻ പറ്റിയല്ല. ഭയങ്കര. എന്തെങ്കിലും ധനസഹായം മറ്റോ കിട്ടി? ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല. വാടക വീട്ടിലേക്ക് പോകാൻ സർക്കാർ എന്തെങ്കിലും ധനസഹായം മറ്റോ തന്നോ? ഇതുവരെ ഒന്നും തന്നിട്ടില്ല. ഇനി തരുമോന്നും അറിയത്തില്ല. വാടക അവർ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എല്ലാവരും വില്ലേജിലൊക്കെ അന്വേഷിച്ചപ്പോൾ അത് ഉണ്ടാവുകയല്ലെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഈ പ്രദേശത്ത് വന്നിരിക്കുന്നത് ദേശീയ ദുരന്തമായിട്ട് തന്നെ പ്രഖ്യാപിക്കണമെന്നാണ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യം. കാരണം അത്രയധികം ദുരിതത്തിലായിട്ടുണ്ട്. വീടുകൾ നഷ്ടപ്പെട്ടവരുണ്ട്. പിന്നെ കൃഷിയിടങ്ങൾ ഇനി മുന്നോട്ട് ചിന്തിക്കാൻ പോലും സ്ഥലങ്ങളില്ലാത്ത ആളുകളാണ് നമ്മുടെ ഇവിടെ താമസിക്കുന്നവർ. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടികളും ഈ നിമിഷം വരെ ഇടപെടലിലും ഉണ്ടായിട്ടില്ല. എം രാഗേഷ് ഉണ്ട് വിശദാംശങ്ങളുമായി. രാഗേഷ്, ഈ വിലങ്ങാട് ഉരുൾപൊട്ടൽ നടന്നിപ്പോൾ ഒരു മാസമാവുന്നു. ദുരന്തബാധിതർക്ക് താൽക്കാലിക ധനസഹായം പോലും സർക്കാർ വിതരണം ചെയ്തിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതു രീതിയിലായിരിക്കും അങ്ങനെയെങ്കിൽ ഇവരുടെ ഈ പുനരധിവാസം? സർക്കാർ വലിയ രീതിയിലുള്ള ഒരു പ്രഖ്യാപനം തന്നെയായിരുന്നു നടത്തിയിരുന്നത്. വാസയോഗ്യമല്ലാത്ത വിധം പൂർണ്ണമായും നശിച്ചുപോയ വീടുകൾ അത് പുനഃസ്ഥാപിക്കുന്നതിനായിട്ടുള്ള നടപടികളൊപ്പം തന്നെ ഇവരെ മാറ്റിപ്പാർപ്പിക്കുന്നതിനായിട്ടുള്ള നടപടികളെല്ലാം ദ്രുതഗതിയിൽ നടത്തുമെന്ന ഒരു വാഗ്ദാനം തന്നെയായിരുന്നു സർക്കാർ നടത്തിയിരുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ് രാഗേഷ്? തീർച്ചയായും ശ്രുതി, ഒപ്പം തന്നെ തുളസി, വയനാടിനെ സമാനമായിട്ടുള്ള അല്ലെങ്കിൽ അതേ തീവ്രതയോടുകൂടിയുള്ള ഒരു ഉരുൾപൊട്ടൽ തന്നെയാണ് വിലങ്ങാട് സംഭവിച്ചിട്ടുള്ളത്. എന്നാൽ ഒരു മാസം കഴിഞ്ഞിട്ടും 10000 രൂപ വയനാട്ടിൽ അടിയന്തരമായി ധനസഹായം വിതരണം ചെയ്യുന്ന നടപടിയുണ്ടായി. അത്തരത്തിലുള്ള യാതൊരു നടപടികളും വിലങ്ങാട് ഉണ്ടായിട്ടില്ല. 14 വീടുകൾ പൂർണ്ണമായും ഒഴുകിപ്പോകുന്ന അവസ്ഥയുണ്ടായിരുന്നു. 47ഓളം വീടുകൾ വാസയോഗ്യമല്ലാതായി. ഒപ്പം തന്നെ 124ഓളം വീടുകളാണ് തകരാറുകൾ സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ പ്രാഥമികമായി നടന്നിട്ടുള്ളത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ നേതൃത്വത്തിലുള്ള കണക്കെടുപ്പ് മാത്രമാണ്. എന്നാൽ ഈ കണക്കെടുപ്പ് നടന്നിട്ടുള്ളത് റാപ്പിഡ് വിഷ്വൽ സ്ക്രീനിങ്, അതായത് ഒറ്റ നോട്ടത്തിൽ കാണാവുന്ന നഷ്ടങ്ങളുടെ കണക്ക് മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ ഒരാളുടെ വീട് എത്ര സ്ക്വയർ ഫീറ്റ് ആയിരുന്നു, അയാൾക്ക് എത്രമാത്രം നാശനഷ്ടങ്ങളുണ്ടായി എന്നുള്ള വ്യക്തിപരമായ നാശനഷ്ടങ്ങളുടെ അല്ലെങ്കിൽ ഏതെങ്കിലും കുടുംബത്തിന് വന്ന നാശനഷ്ടങ്ങളുടെ കണക്കുകൾ ചോദിച്ചിരുന്നില്ല ചോദ്യാവലിയിൽ എന്നുൾപ്പെടെയുള്ള വലിയ തരത്തിലുള്ള ആക്ഷേപങ്ങൾ നിലവിൽ ഉയരുന്നുണ്ട്. ഒപ്പം തന്നെ ഇന്നലെ വളരെ ശക്തമായ മഴയുണ്ടായിരുന്നു. 6ഓളം കുടുംബങ്ങളെ വീണ്ടും ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അടിയന്തരമായി ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടുന്ന നടപടികളിൽ പോലും വീഴ്ചയുണ്ടായി എന്നുള്ള ആക്ഷേപമാണ് ഇപ്പോൾ ഉയരുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ കണക്കാക്കിയിട്ടുള്ള നഷ്ടം എന്ന് പറയുന്നത് പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഏകദേശം 126ഓളം ഏക്കർ ഭൂമി കൃഷി നഷ്ടമായെങ്കിൽ പൊതുമരാമത്ത് വകുപ്പിന് ഏകദേശം 56 ലക്ഷം രൂപയുടെ നാശനഷ്ടങ്ങൾ, ഇതിൽ റോഡുകൾ ഉൾപ്പെടെയുള്ളവ വരും. ഒപ്പം തന്നെ ജലസേചന വകുപ്പിൻ്റെ 35 കോടിയോളം രൂപയുടെ നാശനഷ്ടങ്ങൾ എന്നിവയാണ് പ്രാഥമികമായി കണക്കാക്കിയിട്ടുള്ളത്. എം രാഗേഷാണ് വിശദാംശങ്ങൾ നൽകിയത്.